ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുലൂസ് ക്രിയേഷൻസ് വേൾഡ്. അപ്പോൾ ഇന്ന് തൻഹ ബേബീൻ്റെ അംഗൻവാടിയിൽ നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുവാണ്. അപ്പോൾ വാവയും വാവയുടെ ഫ്രണ്ട്സും പിന്നെ ഈ കുഞ്ഞാവയുടെ ചേച്ചിയും ചേട്ടന്മാരും പിന്നെ ഞങ്ങൾ പാരൻസും ടീച്ചറും എല്ലാവരുമായിട്ടുള്ള ഒരു അടിപൊളി ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ എല്ലാ വാവകളും നല്ല റെഡ് കളറിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ക്രിസ്മസ് പപ്പയെ കണ്ടോ എല്ലാവരും. പിന്നെ ഞങ്ങളുടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. ഞങ്ങളെല്ലാവരും ക്രിസ്മസ് തൊപ്പിയും റെഡ് കളർ ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് അടിച്ച് പൊളിച്ചാണ് വന്നിരിക്കുന്നത്. പിന്നെ അവിടെ കാരണം നമ്മൾ ടീച്ചർ വരച്ച ഒരു അടിപൊളി ക്രിസ്മസ് പപ്പയുടെ ഒരു ഡ്രോയിങ് ആണ്. ഞങ്ങളെല്ലാവരുമായിട്ട് ക്രിസ്മസ് സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും റൂമിനകത്തോട്ട് വരുവാണ്. പിന്നെ ഈ കാണുന്ന പറയുമ്പോൾ ഞങ്ങൾ കുഞ്ഞുവാവക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പാരൻസ് എല്ലാവരും കൂടി ചെറുതായിട്ട് ചെയ്തൊരു ഡെക്കറേഷനാണ്. കുഞ്ഞവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പം ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും അവർ പാരൻസ് ഉണ്ട്, അവരുടെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഞാൻ കണ്ടില്ലേ, ഞാനാണ് കേട്ടോ നമ്മളെ ട്രീ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ടീച്ചർ മക്കളെല്ലാവരും ഇട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ആൻറ്റിയാണ് അത്. അപ്പോൾ എല്ലാവരുമായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ തൻഹ കണ്ടോ, ഇടയ്ക്ക് ആ ബലൂൺ വെച്ച് എങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ അറിയാമോ, നമ്മൾ ക്രിസ്മസ് ഫണ്ടിന് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാനാണ് നേതൃത്വമൊക്കെ വഹിച്ചത്. അപ്പോൾ കുഞ്ഞാവൾ ഓരോരുത്തരായിട്ട് ഓരോ കാർഡുകൾ പേരുകൾ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. മക്കളുടെ സന്തോഷമാണല്ലോ നമ്മളെ സന്തോഷം. അപ്പോൾ പാരൻസും എല്ലാവരും ഒരുപോലെ നല്ല ഹാപ്പി ആയിട്ട് നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. എല്ലാ മക്കളുടേതായിരുന്നിരുന്നാലും പാരൻസിൻ്റെ ആയിരുന്നിരുന്നാലും ടീച്ചേഴ്സിൻ്റെതായിരുന്നിരുന്നാലും. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ കുഞ്ഞോളെല്ലാം ഗിഫ്റ്റ്സ് എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ മോനൂട്ടിന് കിട്ടിയത് തന്നു വാവയുടെ പേരാട്ടോ. വാവയായിരുന്നു മോൻ്റെ ക്രിസ്മസ് ഫ്രണ്ട്. മോന് ഗിഫ്റ്റ് കൊടുത്തു. തന്നു ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അടുത്ത തന്നൂടെ സ്റ്റാണായിരുന്നു. അപ്പോൾ മോളുടെ ഫ്രണ്ടിനെ സെലക്ട് ചെയ്തു. അപ്പോൾ മോളൂട്ടിയാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ടൊരു ടെഡിയാണ് ഫ്രണ്ടിന് വേണ്ടി സെലക്ട് ചെയ്ത് ഇന്നലെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാവയുടെ ഫ്രണ്ടിന് കൊടുത്തു. പിന്നെ വാവ ഭയങ്കര ഹാപ്പിയായിരുന്നു. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എല്ലായിടത്തും ക്രിസ്മസ് സെലിബ്രേഷനെ കുറിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു കുഞ്ഞാവ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ പരിപാടിയൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാവയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പാരൻസും ടീച്ചറൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്താണ് ഈ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാ മക്കളായിരുന്നിരുന്നാലും പാരൻസ് ആയിരുന്നിരുന്നാലും എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ മക്കളെ ഇതുപോലെ ക്രിസ്മസ് സെലിബ്രേഷൻസൊക്കെ ഇതുപോലെ പ്ലേ സ്കൂളിലും അംഗൻവാടിയിലൊക്കെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? അപ്പം ഞങ്ങളുടെ ഈ ഒരു സെലിബ്രേഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ലാസ്റ്റ് കുഞ്ഞാവയ്ക്ക് നമ്മുടെ ടീച്ചറാട്ടോ ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ അതോടെ കുഞ്ഞാവയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ പാരൻസ് എല്ലാവരോടും ടീച്ചറിന് ആൻറ്റിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കുഞ്ഞാവയുടെ പാരൻറ്റ് ഹസീന ഇത്തായാണ് ഈ ഒരു സംഭവമൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തത്. ഇവിടെ ഫാമിലി പിക്കൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഈ കപ്പിൽ പ്രിൻറ്റ് ചെയ്തായിരുന്നു പിക്ചർ. മെരി ക്രിസ്മസ് എന്നൊക്കെ വെച്ചിട്ട് ആ ഒരു പിക്ചറൊക്കെ അതിനകത്ത് പ്രിൻറ്റ് ചെയ്തെടുത്ത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, മെരി ക്രിസ്മസ് എന്ന് വെച്ചാൽ ടീച്ചറിൻ്റെ ഫാമിലി പിക്കൊക്കെ അതിനകത്ത് പ്രിൻറ്റ് ചെയ്തിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടീച്ചർ ഭയങ്കര ഹാപ്പി. ടീച്ചർ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ടീച്ചർ ഭയങ്കര സന്തോഷമായി. അത് കണ്ടപ്പോൾ നമുക്ക് അതിനേക്കാളും സന്തോഷമായി. അപ്പം അതങ്ങനെ ഒരു അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ ഒരു പാരൻറ്റ് സെറ്റ് ചെയ്തതാണ് ഈ ഒരു കേക്ക്. അതിനുശേഷം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തായിരുന്നു മാജിക് ക്രിസ്മസ് എന്ന് വെച്ചിട്ട്. അംഗൻവാടി 142 ആണ് നമ്പർ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഒരു ക്രിസ്മസ് പപ്പയുടെ പിക്ചറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള കേക്കും കട്ടിങ് ഉണ്ടായിരുന്നു. ടീച്ചർ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാ മക്കൾക്കും കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ.
ഇനിയാണ് അടിപൊളി പരിപാടി. കുഞ്ഞാവക്ക് ടീച്ചർ നേരത്തെ ഒരു ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു കുട്ടികളല്ലേ, 3-3.5 വയസ്സൊക്കെയുള്ള വാവകളാണ്. അപ്പോൾ അവർക്ക് അത്രയും അത് ഓർത്ത് വെച്ച് കളിക്കാനുള്ള ഓർമ്മയൊന്നും എന്തായാലും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങളെല്ലാവരും പാരൻസ് ഞങ്ങളെല്ലാവരും ജോയിൻ ചെയ്തു, സ്റ്റെപ്സൊക്കെ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ അടിപൊളി, എന്താ പറയേണ്ടതെന്നവിടെ. എല്ലാവരും മക്കളും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. മക്കളോടെ എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുമ്പോൾ ഞങ്ങളുടെ പഴയ സ്കൂൾ ഓർമ്മകളൊക്കെ ആയിരുന്നു നമുക്കുണ്ടായിരുന്നു. എല്ലാവരും പരസ്പരം പറയുന്നുണ്ടായിരുന്നു, പഴയ ഇതുപോലെ സ്കൂളിലൊക്കെ പോയി ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്ത ഓർമ്മകളൊക്കെ ആയിരുന്നു എല്ലാവർക്കും. ഞങ്ങളോട് ഡാൻസും മക്കളുടെ ഡാൻസും ഒന്നും പറയണ്ട, ഭയങ്കര ഭയങ്കര ഹാപ്പി മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞ് തട്ടുകളിൽ അവരുടെ കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അവർ കേക്കൊക്കെ ഹാപ്പി ആയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. ചേച്ചിമാരും കുഞ്ഞാവകളും തക്കമുണ്ട് അവിടെ. കുഞ്ഞാവ എല്ലാവരുമായിട്ടിരുന്ന് കേക്കൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് ഫുഡ് ഞങ്ങൾ തന്നെ, പാരൻസും ടീച്ചറും ഞങ്ങൾ തന്നെയാണ് കുഞ്ഞാവയ്ക്ക് വേണ്ടി ഞങ്ങൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. കാരണം അവർക്ക് ഒരുപാട് എരിയൊന്നും വേണ്ട. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടവും സലാഡും അച്ചാറും. കുഞ്ഞു ആവാളല്ലേ, അപ്പോൾ അവർക്ക് ഒരുപാട് എരിയൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ പാരൻസ് തന്നെ ഫുഡ് റെഡിയാക്കുമ്പം അതിൻ്റെതായ ഒരു സന്തോഷം വേറെ. അപ്പം ഞങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കി, ഞങ്ങൾ തന്നെ കുഞ്ഞാവക്ക് എല്ലാവരും ഞങ്ങൾ തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. കുറച്ച് ചോറും ഒരു ചെറിയൊരു പീസും പപ്പടവും സലാഡും. കുറേ കുഞ്ഞാവൾ തന്നെത്താനെ കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ കുഞ്ഞാവക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ചില കുഞ്ഞാവക്ക് പാരൻസ് വാരി കൊടുക്കുന്നുണ്ട്. തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ പിന്നെ ഞാൻ വാരി കൊടുക്കണം, ഉമ്മ വാരിത്താന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ടില്ലേ, ഈ ചേച്ചിയാണെങ്കിൽ കുഞ്ഞാവയ്ക്ക് കുറേ ചോറ് വാരി കൊടുത്തതിന് ശേഷമാണ് ആ ചേച്ചി ഫുഡ് കഴിച്ചത്. ഇതൊക്കെ കഴിക്കുന്നുണ്ട്. വേറെ കുഞ്ഞാവയ്ക്ക് അമ്മ വാരി കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേഷൻ ചെയ്തായിരുന്നു. ഞങ്ങളുടെ അംഗൻവാടി സെലിബ്രേഷൻ ഭയങ്കര മെമ്മറബിളായിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.